ഹലോ സ്റ്റുഡൻസ്, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഓപ്പറേഷൻസിലെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5th മൊഡ്യൂളാണ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഷെയറിൻ്റെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ സെക്യൂരിറ്റീസിൻ്റെ ഒക്കെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോൾ വേണേലും ഫ്ലക്ച്വേറ്റ് ചെയ്യാം. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുകയോ കുറയുകയോ എപ്പോൾ വേണേലും ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻസിൽ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് എപ്പോഴും അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ആ റിസ്കിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. പഠിക്കാൻ മാത്രം അതിൻ്റെ അകത്തൊന്നും കിടപ്പില്ല. ഇതിൻ്റെ കൺസെപ്റ്റ് തൊട്ട് നിങ്ങൾ നോക്കുക. ഡെറിവേറ്റീവ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഹൂസ് വാല്യൂസ് ഡിപ്പെൻഡ് ഓൺ സം അണ്ടർലൈങ് ബേസിക് അസറ്റ്. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്, പക്ഷേ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ സം അണ്ടർലൈങ് ബേസിക് അസറ്റ്. അതിനെ അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ് ഏതാണോ ആ അസറ്റിൻ്റെ ബേസിസിലാണ് ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ നമ്മൾ തീരുമാനിക്കുന്നത്. അണ്ടർലൈങ് ആയിട്ട് ഒരു അസറ്റിനെ വെച്ചുകൊണ്ടായിരിക്കും എപ്പോഴും നമ്മൾ ഡെറിവേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്, ഒരു ബയ്യറും ഒരു സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിന് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന് അണ്ടർലൈങ് ആയിട്ട് വെച്ചിരിക്കുന്ന അസറ്റിൻ്റെ വാല്യൂവിൽ നിന്നാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡെറിവേറ്റീവ്സ് ഡെറൈവ് ചെയ്യുന്നത് കൊണ്ടാണ് ഡെറിവേറ്റീവ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അണ്ടർലൈങ് അസറ്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഒന്നെങ്കിൽ ഷെയറുകളാവാം, ബോണ്ടാവാം, ഇൻട്രസ്റ്റ് റേറ്റ് ആവാം, എക്സ്ചേഞ്ച് റേറ്റ് ആവാം, സ്റ്റോക്ക് ഇൻഡെക്സോ കമ്മോഡിറ്റിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാനായിട്ട് സാധിക്കും. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സും ഉണ്ട്, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും. ഡെറിവേറ്റീവ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷനാണ്, കമ്മോഡിറ്റി ഡെറിവേറ്റീവും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവും. കമ്മോഡിറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അണ്ടർലൈങ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കമ്മോഡിറ്റി ആയിരിക്കും. അതായത് ഗോൾഡ്, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, ഓയിൽ, മെറ്റൽ, അങ്ങനെ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റീനെ അണ്ടർലൈങ് അസറ്റായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡെറിവേറ്റീവ്സാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. തിരിച്ച് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഷെയർ, കറൻസി, സ്റ്റോക്ക് ഇൻഡെക്സസ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസറ്റായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് ഡെറിവേറ്റീവ്സ് ആണുള്ളത്, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും. ഡെറിവേറ്റീവ്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൈസ് ഫ്ലക്ച്വേഷൻ വഴി ഉണ്ടാവുന്ന റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇപ്പം പ്രൈസ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റുകൾക്കും പ്രൈസ് ഫ്ലക്ച്വേഷൻ വരാം, ഈ പറയുന്ന കമ്മോഡിറ്റീസിനും പ്രൈസ് ഫ്ലക്ച്വേഷൻ വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് രണ്ടെണ്ണം, കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും. നെക്സ്റ്റ് അതിൻ്റെ ഡെഫിനേഷനാണ്. ഡെഫിനേഷൻ എന്ന് പറയുന്നത് A derivative is simply a financial instrument which has a value determined by the price of something else. മറ്റെന്തെങ്കിലും ഒന്നിൻ്റെ ബേസിസിൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. റോബർട്ട് എൽ മക്ഡൊണാൾഡിൻ്റെ ഡെഫിനേഷനാണത്. ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അതിലെ ഫസ്റ്റ് വൺ, ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെൻ്റാണ് യൂസ്ഡ് ഫോർ ഹെഡ്ജിങ് ദ റിസ്ക്. ഹെഡ്ജിങ് ദ റിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്കിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ വാങ്ങുന്ന സമയത്ത്, വിൽക്കുന്ന സമയത്ത്, ഹോൾഡ് ചെയ്യുന്ന സമയത്ത് എല്ലാം വരാം. പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലമാണ് റിസ്ക് വരുന്നത്. അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെറിവേറ്റീവ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ദെയർ വാല്യൂ ഈസ് ബേസ്ഡ് ഓൺ ദ ഫ്യൂച്ചർ പ്രൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു അണ്ടർലൈങ് അസറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഡെറിവേറ്റീവ്സിന് അവിടെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ ആ അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ എന്താണോ അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ശരിക്കും ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ എടുക്കുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സിൻ്റെ വാല്യൂ ബേസ് ചെയ്തിരിക്കുന്ന അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂവിലാണ്. തേർഡ് വൺ, derivatives help the market participant to lock in a particular price for an underlying asset and hence guard the asset from the future price fluctuations. ഡെറിവേറ്റീവ്സ് അതിലേർപ്പെടുന്ന വ്യക്തികൾ, അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ ഗൈഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അണ്ടർലൈങ് അസറ്റിൻ്റെ ഒരു
പ്രത്യേക പ്രൈസിൽ, ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ലോക്ക് ഇൻ ചെയ്യാനായിട്ട് അവരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അവർക്കതൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും. അടുത്ത 4th വണ്ണാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് 4 ടൈപ്പാണുള്ളത്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്. ഈ 4 നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ അടുത്ത ഡെറിവേറ്റീവ്സ് ആർ കോൺട്രാക്റ്റ് ട്രേഡബിൾ ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ഷെയറുകളും ഡിബഞ്ചേഴ്സും ഒക്കെ പോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കുന്ന ട്രേഡബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. 6th വൺ, ഡെറിവേറ്റീവ്സ് ആർ കോൺട്രാക്ട് ടു ബി എക്സിക്യൂട്ടഡ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഫ്യൂച്ചർ ഡേറ്റിലാണ് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് എന്ന് ഏത് പ്രൈസിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളത് ആ കോൺട്രാക്റ്റിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ ഒരു ഡേറ്റിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൈസിലാണ് ഈ കോൺട്രാക്റ്റ് ഭാവിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. 7th വൺ, ഡെറിവേറ്റീവ്സ് എനേബിൾ പ്രൈസ് ഡിസ്കവറി, എൻഹാൻസ് ലിക്വിഡിറ്റി ഇൻ ദ മാർക്കറ്റ് ഫോർ അണ്ടർലൈങ് അസറ്റ് ആൻഡ് സെർവേഴ്സ് ആസ് എഫക്റ്റീവ് ഹെഡ്ജ് ഇൻസ്ട്രുമെൻറ്റ്. ഡെറിവേറ്റീവ്സ് പ്രൈസ് ഡിസ്കവറിക്ക് വേണ്ടി സഹായിക്കുന്നു, ലിക്വിഡിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, പിന്നെ ഒരു ഹെഡ്ജ് ഇൻസ്ട്രുമെൻ്റായിട്ടും പ്രവർത്തിക്കുന്നു. ഇത്രയൊക്കെയാണ് ഡെറിവേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റിസ്ക് മാനേജ്മെൻറ്റ്. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. റിസ്ക് മാനേജ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ഡെറിവേറ്റീവ്സ് എന്നുള്ള കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ ഫിനാൻഷ്യൽ അസറ്റുകളുടെയും കമ്മോഡിറ്റീസിൻ്റെയും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് മൂലമുണ്ടാകുന്ന റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് വഴി നമ്മൾ ശരിക്ക് റിസ്ക് മറ്റുള്ള വ്യക്തികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ടു അതർ പാർട്ടീസ്. മറ്റുള്ളവരിലേക്ക് ആ റിസ്കിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിൻറ്റ്, ഇൻഷുറൻസ് എഗെയിൻസ്റ്റ് റിസ്ക്. അപ്പം നമ്മൾ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ റിസ്കിന് എതിരെ ഒരു ഇൻഷുറൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സ് ശരിക്കും ചെയ്യുന്നത് റിസ്കിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് മറ്റുള്ള വ്യക്തികളിലേക്ക് ആ ഒരു റിസ്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻഷുറൻസിന് സിമിലർ ആയിട്ടുള്ളതാണ്. ഇൻഷുറൻസിൽ നമ്മൾ സാധാരണ നമ്മൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന റിസ്ക് നമ്മൾ ഇൻഷുറൻസ് ഏജൻസിക്ക് കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ആരാണോ റിസ്ക് ഏറ്റെടുക്കാൻ വില്ലിങ് ആയിട്ടുള്ളത് അവരിലേക്ക് ആ റിസ്കിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുവഴി ഒരു വ്യക്തിക്ക് ഷെയറോ കറൻസിയോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങുകയോ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുന്നത് മൂലമോ അല്ലെങ്കിൽ ഹെൽഡ് ചെയ്യുന്നത് മൂലമോ ഉള്ള റിസ്കിനെ വേറൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് വൺ, ഈസി ടു ഓപ്പറേറ്റ്. ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇവിടെ ആക്ച്വൽ ഡെലിവറി എപ്പോഴും നിർബന്ധമൊന്നുമല്ല. നമുക്ക് അണ്ടർലൈങ് അസറ്റ് ഡെലിവറി ചെയ്യാതെ വേണം എന്നുണ്ടെങ്കിലും ആ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോഫിറ്റോ ലോസോ മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രഷറി മാനേജേഴ്സ്, പോർട്ട്ഫോളിയോ മാനേജേഴ്സ് തുടങ്ങിയ ആൾക്കാർക്കെല്ലാം ഈ ഹെഡ്ജിങ്ങിൻ്റെ ഒരുപാട് പ്രോസസ്സിൽ കൂടെ കടന്നു പോകാതെ തന്നെ ഈസി ആയിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് തന്നെ അവരുടെ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് വൺ, ഹെഡ്ജിങ് ലോങ് ടേം റിസ്ക്. അപ്പോൾ ഈ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി സ്വാപ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ലോങ് ടൈം നേച്ചറിലുള്ള റിസ്ക്, അതായത് 10 തൊട്ട് 15 വർഷം വരെയുള്ള റിസ്കിനെ പോലും കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഫണ്ടിങ് ഡെസിഷൻസിനെ പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തിരി കോൺസെൻട്രേഷൻ കൊടുക്കാതെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് റിലേറ്റഡ് ഡെസിഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. ഓൾറെഡി റിസ്കിനെ അവിടെ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് വീണ്ടും വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. ഡെറിവേറ്റീവ്സിൻ്റെ മേലുള്ള ഫിഫ്ത്ത് പോയിൻ്റാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സിൻ്റെ മേലുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. ഡെറിവേറ്റീവ്സ് നമുക്ക് വേറെ ഏതൊരു സെക്യൂരിറ്റീസ്, ഷെയർസൊക്കെ പോലെ തന്നെ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ കമ്പനികൾക്ക് ഒരുപാട് കോസ്റ്റും ഫോർമാലിറ്റിയും ഒന്നും ഇല്ലാതെ തന്നെ ഈ ഒരു ഡെറിവേറ്റീവ്സിനെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ലോ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ലോ കോസ്റ്റ് പ്രോഡക്റ്റുകളാണ്. ലിക്വിഡിറ്റി കൂടുതലാണ്, ട്രാൻസാക്ഷൻ കോസ്റ്റ് കുറവുമാണ്. അതുകൊണ്ടാണ് ഡെറിവേറ്റീവ്സ് കൂടുതൽ അട്രാക്റ്റീവായിട്ട് മാറുന്നത്.
ഒരു മാർജിൻ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ട്രേഡേഴ്സിന് ഡെറിവേറ്റീവ്സ് കോൺട്രാക്റ്റിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. ഡെറിവേറ്റീവ്സിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിനേക്കാളും കോസ്റ്റ് കൂടുതലായിരിക്കും അതിൻ്റെ അണ്ടർലൈങ് അസറ്റിൻ്റെ മേലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 7th വണ്ണാണ് സ്പെക്കുലേഷൻ. സ്പെക്കുലേറ്റേഴ്സിന് വളരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന പവർഫുള്ളായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. കമ്പനികൾക്ക് അവർ റിസ്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു റിസ്ക് അത് ഏറ്റെടുക്കാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. 8th പോയിൻ്റ് ഓവർകം പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. അണ്ടർലൈങ് അസറ്റിൻ്റെ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻസിനെ നമുക്ക് സ്മൂത്തൺ ചെയ്യാനായിട്ട് ഈ ഡെറിവേറ്റീവ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് ഒരു പെർട്ടിക്കുലർ പ്രൈസ് നമുക്ക് ലോക്ക് ഇൻ ചെയ്യാനായിട്ട് ഡെറിവേറ്റീവ്സിനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് പ്രൈസ് ഫ്ലക്ച്വേഷൻ മൂലമുള്ള റിസ്കിൽ നിന്നും ഗാർഡ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സും ആണ് അതിൻ്റെ മേജർ ക്ലാസസ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. അണ്ടർലൈങ് അസറ്റിൻ്റെ ബേസിസിലാണ് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഓപ്പറേഷണൽ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ 4 ടൈപ്പായിട്ടാണ് ഡെറിവേറ്റീവ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ്. ഇനി നമുക്ക് ഈ 4 എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനേഷൻ: ഇറ്റ് ഈസ് ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് ക്വാണ്ടിറ്റി ഓഫ് ആൻ അസറ്റ് അറ്റ് എ സർട്ടൈൻ ഫ്യൂച്ചർ ഡേറ്റ് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്. അപ്പോൾ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ്. either to buy or sell a specified quantity of asset. ഒരു certain quantity of asset എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അണ്ടർലൈങ് അസറ്റാണ്. അതിൻ്റെ കറക്റ്റ് അളവ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, എത്ര ക്വാണ്ടിറ്റി. ഇപ്പോൾ ഷെയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അറ്റ് certain ഫ്യൂച്ചർ ഡേറ്റ്, ഏത് ഡേറ്റിലാണിത് മേടിക്കുന്നത് അല്ലെങ്കിൽ വിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ്, ഈ ഷെയറിന് അന്ന് ഏത് വിലയ്ക്ക് വാങ്ങും അല്ലെങ്കിൽ ഏത് വിലയ്ക്ക് വിൽക്കും എന്നുള്ളതും ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോൺട്രാക്റ്റുകളാണ് ഫോർവേഡ് കോൺട്രാക്റ്റ്. ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് അണ്ടർലൈങ് അസറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ സ്പെസിഫിക് പ്രൈസിൽ വാങ്ങാം അല്ലെങ്കിൽ വിൽക്കാം എന്നും പറഞ്ഞിട്ട് ഏർപ്പെടുന്ന കോൺട്രാക്റ്റാണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ടെക്സ്റ്റിൽ തന്നെ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ, ഒരു വീറ്റ് ട്രേഡർ, അതായത് ഗോതമ്പ് കച്ചവടം നടത്തുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 മാസം കഴിയുമ്പം വില കുറയുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അയാൾ കൂടിയ വിലയ്ക്ക് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അതായത് നാളെ അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു 100 റുപ്പീസാണ് വില വരുന്നതെന്നാണ് ഇയാൾ പ്രതീക്ഷിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ ഇന്നേ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് വെക്കും. ഒരു 2 മന്ത്സ് കഴിയുമ്പോഴത്തേനും 120ക്ക് വിറ്റേക്കാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടും. അപ്പം വില കുറഞ്ഞാലും അത് അയാളെ അഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഒരു വ്യക്തി ബൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് എഗ്രി ചെയ്യുന്നത്, വേറൊരു വ്യക്തി സെല്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് എഗ്രി ചെയ്യുന്നത്. ബൈ ചെയ്യാമെന്നും വേണ്ടാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ക്വാണ്ടിറ്റി സ്പെസിഫിക് പ്രൈസിന് സ്പെസിഫിക് ഡേറ്റിൽ ബൈ ചെയ്യാമെന്നും പറഞ്ഞിട്ടും അതേപോലെ സെല്ല് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന 2 വ്യക്തികൾക്കും അവരുടെ ഒബ്ലിഗേഷൻ പെർഫോം ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ്ലി അറേഞ്ച്ഡ് ബൈലാറ്ററൽ കോൺട്രാക്റ്റാണ്. രണ്ട് വ്യക്തികളുള്ളത് കൊണ്ടാണ് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സെൻട്രൽ പ്ലേസ് ഒന്നുമില്ല ഇങ്ങനെ കോൺട്രാക്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രാൻസാക്ഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ നടത്തണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോർവേഡ് കോൺട്രാക്റ്റുകൾ നമുക്ക് ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ OTC കോൺട്രാക്റ്റുകളാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല നടത്തുന്നത്, അതുകൊണ്ടാണ് അതിനെ ഓവർ ദ കൗണ്ടർ അല്ലെങ്കിൽ OTC കോൺട്രാക്റ്റ് എന്നും വേണ്ടി കിടക്കുന്നത്. പിന്നെ അവിടെ ഒരു എക്സാമ്പിൾ കിടപ്പുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം വായിച്ച് നോക്കാം. അടുത്ത ഫോർവേഡ് ആൻഡ് ഹെഡ്ജിങ്. ഫോർവേഡ് കോൺട്രാക്റ്റുകൾ യൂസ് ചെയ്യുന്ന ഹെഡ്ജിങ് പർപ്പസിന് അല്ലെങ്കിൽ റിസ്കിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഹെഡ്ജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊട്ടക്റ്റ് അഗേൻസ്റ്റ് ദ ഫ്യൂച്ചർ ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് ഓർ അസറ്റ്. കമ്മോഡിറ്റീസിൻ്റെ അസറ്റിൻ്റെയോ പ്രൈസ് ഫ്ലക്ച്വേഷൻ, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ എതിരെ എടുക്കുന്ന പ്രൊട്ടക്ഷനാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റുകളെല്ലാം ടെയിലർ മെയ്ഡ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്.
വ്യക്തികളുടെ ആവശ്യപ്രകാരം ഫോം ചെയ്യുന്നവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിൻ്റെ സൈസ്, മച്യൂരിറ്റി ഡേറ്റ്, അസറ്റിൻ്റെ ടൈപ്പ് ഏതാണ്, ക്വാളിറ്റി ഏതാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്തെ വ്യക്തികളുടെ നീഡ്സ്, പാർട്ടീസിൻ്റെ നീഡ്സ് അനുസരിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാൻഡർഡൈസേഷൻ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. ദെൻ സെക്കൻഡ് വൺ, ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന പ്രൈവറ്റ്ലി അറേഞ്ച്ഡ് എഗ്രിമെൻ്റ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയല്ല അതിൻ്റെ ട്രേഡിങ് നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഓവർ ദ കൗണ്ടർ കോൺട്രാക്റ്റ് എന്ന് വിളിക്കുന്നത്. തേർഡ് വൺ, കൗണ്ടർ പാർട്ടി റിസ്ക്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ബൈലാറ്ററൽ കോൺട്രാക്റ്റ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ബൈ ചെയ്യാം, ഒരാൾ സെല് ചെയ്യാം എന്നും പറഞ്ഞിട്ടാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ബാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ആൾക്ക് റിസ്ക് വരും. അപ്പോൾ ഒരു പാർട്ടി പിന്മാറി അടുത്ത വ്യക്തിക്ക് റിസ്ക് വരും. അതുകൊണ്ട് പിന്നെ ഇങ്ങനത്തെ പ്രോബ്ലംസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായിട്ടൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡിയോ ഒരു ഇൻ്റർമീഡിയറിയോ ഒന്നും നമുക്കവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കൗണ്ടർ പാർട്ടി റിസ്ക് വരുന്നുണ്ട്. അടുത്താണ് പേയ്മെൻറ്റ് ഇൻ ഫ്യൂച്ചർ ഉള്ളി. ഫോർവേഡ് കോൺട്രാക്റ്റിൻ്റെ അകത്ത് നമ്മൾ ബൈ ചെയ്യാം അല്ലെങ്കിൽ സെല് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഫ്യൂച്ചർ ഡേറ്റിൽ ബൈ ചെയ്യാം അല്ലെങ്കിൽ ഫ്യൂച്ചർ ഡേറ്റിൽ സെയിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്യൂച്ചറിൽ മാത്രം പേയ്മെൻറ്റ് നടത്തിയാൽ മതി. ഫിഫ്ത്ത് വണ്ണാണ് സെറ്റിൽമെൻറ്റ് അറ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കാനോ വാങ്ങാനൊക്കെ ഉണ്ടെങ്കിൽ അത് മെച്യൂരിറ്റി ഡേറ്റിലാണ് സെറ്റിൽ ചെയ്യുന്നത്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഇവർ എമൗണ്ട് ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. മെച്യൂരിറ്റി ഡേറ്റിൽ മാത്രമേ കോൺട്രാക്റ്റ് ടേക്ക് പ്ലേസ് ആവുള്ളൂ. അപ്പോൾ അസറ്റ് ഡെലിവറി ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിൽ ഡെലിവറി ചെയ്താൽ മതി. സിക്സ്ത് വൺ, സിമെട്രിക്കൽ ഗെയിൻ ഓർ ലോസ്. സിമെട്രിക്കൽ ഗെയിൻ ഓർ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ഈക്വലായിട്ടായിരിക്കും വരുന്നത്. അതായത് രണ്ട് വ്യക്തികളാണല്ലോ ഉള്ളത്, ഒരു ബയ്യറും ഒരു സെല്ലറുമാണുള്ളത്. ബയ്യറിന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ സെല്ലറിന് ലോസാണ്, സെല്ലറിന് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ബയ്യറിന് ലോസാണ്. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെ ലോസ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. ഒരു വ്യക്തിക്കുണ്ടായ പ്രോഫിറ്റാണ് മറ്റേ വ്യക്തിയുടെ ലോസ് എന്ന് പറയുന്നത്. ബയ്യറിൻ്റെ ലോസ് എന്ന് പറയുന്നത് സെല്ലറുടെ ഗെയിനും സെല്ലറുടെ ലോസ് എന്ന് പറയുന്നത് ബയ്യറുടെ ഗെയിനുമാണ്. അപ്പോൾ അതുകൊണ്ട് സിമെട്രിക്കലാണ്, ഈക്വലായിട്ടാണ് ഗെയിൻ അല്ലെങ്കിൽ ലോസ് വരുന്നത്. സെവൻത്ത് പോയിൻ്റാണ് നോ സെക്കൻഡറി മാർക്കറ്റ്. ഈ ഫോർവേഡ് കോൺട്രാക്റ്റുകൾക്ക് ഇത് പ്രൈവറ്റ് കോൺട്രാക്റ്റാണ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോർവേഡ് കോൺട്രാക്റ്റുകൾക്ക് അത്ര ആക്റ്റീവായിട്ടുള്ളൊരു സെക്കൻഡറി മാർക്കറ്റ് ഇല്ല. സെക്കൻഡറി മാർക്കറ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഫോർവേഡ് കോൺട്രാക്റ്റും അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്തരം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. താങ്ക് യു.